ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പരാതിയിൽ ഇടപെടാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനും മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇതിന്റെ കരട് തയ്യാറാക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, 2019 സമാനമായ ഒരു നീക്കം അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതാണ്. അതിനപ്പുറത്തേക്ക് കമ്മീഷൻ എന്ത് ചെയ്യാൻ കഴിയും? ഈ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ രാഷ്ട്രീയ പാർട്ടികൾക്ക് മേൽ നിയമപരമായി എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഈ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്നും പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നു ഏജൻസികളെ ഉപയോഗിച്ച് എന്നുമുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും എന്ന് വിശദമായി തന്നെ ആലോചിച്ചു. എന്നാൽ മറ്റ് ഒരു ഭരണഘടനാ തലത്തിൽ ഇടപെടുക എന്നുള്ളത് പരിമിതികളുണ്ട്. ഏജൻസികളുടെ പ്രവർത്തനത്തിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഇടപെടാനാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാൻ കഴിയുക ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ ഏജൻസികൾക്ക് നൽകുക എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നതും. നിഷ്പക്ഷത ഉറപ്പാക്കണം എന്ന് മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര ഏജൻസികൾക്കും കേന്ദ്ര സർക്കാരിനും കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കരട് തയ്യാറായി വരുന്നു എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വിവിധ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തുന്ന റെയ്ഡോ മറ്റ് നടപടികളോ നടത്തുമ്പോൾ അതിൽ നിഷ്പക്ഷത ഉറപ്പാക്കണം എന്ന് അവരുടെ വാർത്താക്കുറിപ്പുകളിലോ പ്രതികരണങ്ങളിലോ ഏജൻസികളുടെ ഏതോ ഉദ്യോഗസ്ഥരുടേതോ ആയ പ്രതികരണങ്ങളിലോ നിഷ്പക്ഷത ഉറപ്പാക്കണം എന്നും അടിയന്തര സാഹചര്യമുള്ള ഘട്ടങ്ങളിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ കരടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുമാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ 2019 സമാനമായ പരാതികൾ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും തന്നെ നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഇടപെടൽ വേണം ഏജൻസികളുടെ ഭാഗത്തു നിന്നും എന്ന മാർഗനിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. സമാനമായി തന്നെ എന്നാൽ അല്പം കൂടി ഗൗരവതരമായ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഇത്തവണ നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് നിവേദനം നൽകിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു കരട് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും എന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ CPI നേതാവ് കോൺഗ്രസിൽ, ജില്ലാ കൗൺസിൽ അംഗവും പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന അബ്ദുൾ ഷുക്കൂറാണ് പാർട്ടി വിട്ടത്. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവ് കൂടിയായിരുന്നു അബ്ദുൾ ഷുക്കൂർ. പ്രധാന കാരണം സംഘടനാ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി നേതൃത്വമായി വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ പഞ്ചായത്തിൽ CPI കാണിച്ച ഒരു സംവിധാനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പാർട്ടി ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. 2 അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ ഒരാൾക്ക് തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസ്ഥാനവും ജില്ലാ പ്രസ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ CPI പോലുള്ളൊരു പാർട്ടിയിൽ നടന്നല്ലോ എന്നുള്ളതാണ് ഖേദകരമായ ഒരു ഓഫറും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു ഓഫറും ഇല്ലാതെ പ്രവർത്തിച്ച് ബ്രാഞ്ച് തലം മുതൽ പ്രവർത്തിച്ച് ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാളാണ്. സംഘടന ഉണ്ടാക്കിയ നേതാവായ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കളയുന്നതിന് ഒരു വിഷമവുമില്ല. ഇനി ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്നും. ശ്രീജിത്ത്, പത്തനംതിട്ട CPIയിലെ വലിയ വിഭാഗീയത അത് കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒടുവിലാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി വിടുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അബ്ദുൾ ഷുക്കൂറിൻ്റെ പാർട്ടി മാറ്റം എങ്ങനെയാണ് CPI വിശദീകരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്?
വിജയകുമാർ CPI കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. AP ജയൻ മുൻ ജില്ലാ സെക്രട്ടറി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടിയെടുത്ത ജില്ലാ സെക്രട്ടറി AP ജയന്റെ വിരുദ്ധ വിഭാഗത്തിൽ നിൽക്കുന്നയാളാണ് അബ്ദുൾ ഷുക്കൂർ. പാർട്ടിയുടെ പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയാണ്, സമ്മേളനം തെരഞ്ഞെടുത്ത സെക്രട്ടറിയാണ് അബ്ദുൾ ഷുക്കൂർ. എന്തായാലും കുറച്ച് ദിവസങ്ങളായി, അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അതിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയെ, AIFന്റെ സംസ്ഥാന കൗൺസിൽ അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ വലിയ അതൃപ്തി ഒരു വിഭാഗത്തിനുണ്ട്. എന്തായാലും ആ അതൃപ്തി തന്നെയാണ് തന്റെ പുറത്തേക്കുള്ള പോക്കിന് കാരണം. ഇനി CPI നേതൃത്വവുമായി സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് അബ്ദുൾ ഷുക്കൂർ പറയുന്നത്. അന്ന് മുതൽ, ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന അന്ന് മുതൽ ഷുക്കൂർ പാർട്ടി പരിപാടികളിലോ അല്ലെങ്കിൽ മുന്നണി പരിപാടികളിലോ സജീവമായിരുന്നില്ല. കാരണം കാണിക്കലോ അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കലോ ഒക്കെ നടത്തിയെങ്കിലും ഷുക്കൂർ കാര്യമായ രീതിയിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ CPI നേതാക്കൾ പറയുന്നത്. എന്തായാലും ഇന്ന് രൂക്ഷമായ വിമർശനം നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച അബ്ദുൾ ഷുക്കൂർ DCCയിലെത്തി സതീഷ് കൊച്ചുപറമ്പിൽ എന്ന DC പ്രസിഡന്റിനെ കണ്ട ശേഷമാണ് അംഗത്വം സ്വീകരിച്ചു. അവിടെ ഷാൾ അണിയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചു. രമേശ് ചെന്നിത്തല വഴി ആണ് ഇത്തരത്തിൽ ഒരു കോൺഗ്രസിലേക്കുള്ള ഈ അബ്ദുൾ ഷുക്കൂറിന്റെ കൂടുമാറ്റമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ പത്തനംതിട്ടയിലെ വിശ്വസ്തനായ നഹാസ് പത്തനംതിട്ടയാണ് ഇത്തരത്തിൽ ഷുക്കൂറിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ഇങ്ങനെയൊരു നേതാവിനെ നഷ്ടപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കേണ്ടി വരും. വിജയകുമാർ. LDFന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ഇന്ന് കോൺഗ്രസിൽ ചേർന്ന അബ്ദുൾ ഷുക്കൂർ. DCC ഓഫീസിലെത്തി DCC പ്രസിഡന്റിന്റെ പക്കൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് അബ്ദുൾ ഷുക്കൂർ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവ് ഉദരപൊയിലിൽ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ പിതാവ് കസ്റ്റഡിയിൽ. പിതാവ് മുഹമ്മദ് ഫൈസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്നലെ അവര് വിളിച്ച് ഫോൺ ചെയ്തതിന് അച്ഛൻ്റെ എടുത്തേക്ക് ഒന്ന് കട്ടാക്കി. പിന്നെ ഞാൻ തിരിച്ചടിച്ച് പോകാൻ പറഞ്ഞ് കുട്ടി മരിച്ചിക്കണ്, എന്താ സംഭവിച്ചു വെച്ച്. അപ്പോൾ പോകാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മൾ അത് ന്യൂസ് കൊടുത്ത മാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാന്ന് പറഞ്ഞു. ഇഞ്ച് കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല, ഇഞ്ച് കുട്ടിക്ക് ഒരു അസുഖമല്ല, ഇഞ്ച് കൊന്നതന്നെ ഈ കറണ്ട് കുട്ടീനെ ഇഞ്ച് പറഞ്ഞിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടീനെ കൊന്നത്. കുട്ടീനെ അലമാറമ്മക്ക് കുന്തിയിട്ടും കട്ടിലുമ്മക്ക് എറിഞ്ഞിട്ടും അടിച്ചിട്ടും കുത്തിയിട്ടും കൊല്ലി പിടിച്ച് ഞെക്കിങ്ങാണ്ടൊക്കെ കൊന്നിക്കണത്. ഓൻ്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കണം അവിടെ. കുട്ടി പറഞ്ഞു എന്നോട്. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഇതിൽ ഇയാളുടെ പങ്ക് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ ഇയാൾ കുഞ്ഞിനെ കൊന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? അതോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണോ അന്വേഷണ സംഘം? വിജയകുമാർ, നിലവിൽ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ മുൻകരുതലിന്റെ ഭാഗമായി നിലവിൽ ഈ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ കാളികാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രതി രക്ഷപ്പെടാതിരിക്കുക എന്നുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് നിലവിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിശദീകരണം. നിലവിൽ കുടുംബത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് കുട്ടിയെ ഈ പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മാതാവിന്റെയും ബന്ധുക്കളുടെയും ആരോപണം. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഈ സംഭവം ഉണ്ടാകുന്നത്. 2:30 ഈ കുട്ടിയുടെ പിതാവ് കുട്ടിയുമായി വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഡോക്ടേഴ്സിനോട് പറഞ്ഞത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്നുള്ളതായിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് നടത്തിയ പരിശോധനയിൽ കുട്ടി മരിച്ചതായി കണ്ടെത്തി. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ മുറിയുടെ പാടുകളും കരുവാളിച്ച നിലയിലുള്ള ചില ഭാഗങ്ങളും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ തുടർ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. വിജയകുമാർ. യെസ്, ഈ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളുടെ പങ്ക് സംബന്ധിച്ച് പരാതി ഗൗരവമുള്ളതാണ്. അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസ് കാത്തിരിക്കുന്നു. ഇയാൾ രക്ഷപ്പെട്ടാലോ എന്ന ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. CAA വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ നിലപാട് ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ട് പറയാം എന്നാണ് മറുപടി പറഞ്ഞത്. കൂടെയുണ്ടായിരുന്ന KC വേണുഗോപാൽ ചിരിച്ചു. നേതാക്കൾ ചിരിച്ചത് തീ തിന്നുന്ന രാജ്യത്തെ കോടാനുകോടി ജനങ്ങളോടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ദിവസം ജനങ്ങളാകെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടില് വിരുന്നുണ്ണുകയായിരുന്നു. ആരെയും ഈ പറയുന്ന പ്രതിഷേധത്തിൽ കണ്ടില്ല. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി
ആ സമയം വിദേശത്ത്, ഇവിടെ ഉണ്ടായില്ല. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി നേരിട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത VC-യുടെ നടപടി അന്വേഷണത്തെ അട്ടിമറിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉന്നതരുടെ മക്കളെ രക്ഷിക്കാൻ സർവകലാശാലയും സർക്കാരും ഒത്തുകളിക്കുന്നു. അക്രമം തുടരണമെന്ന് പറഞ്ഞ് കുടപിടിച്ചു നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. കോളേജ് അധികൃതർ അന്വേഷണം നടത്തി സ്വീകരിച്ച നടപടിയാണ് ഒരു അന്വേഷണവും നടത്താതെ ഒരു നിയമസഹായവും തേടാതെ ഈ വൈസ് ചാൻസലർ പിൻവലിച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് പെട്ടിരിക്കുന്ന ഉന്നതരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ടാണ് ഈ നടപടി ചെയ്തിരിക്കുന്നത്. കാരണം അത്രമാത്രം ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർവകലാശാല അധികൃതരും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത്. ഈ ക്രിമിനലുകളെ മുഴുവൻ അഴിച്ചുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അക്രമം തുടരണം, ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന തെറ്റിന് കൊട പിടിച്ചു കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അതേസമയം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കെതിരായ നടപടി മാത്രമാണ് പിൻവലിച്ചതെന്ന് സർവകലാശാല വിശദീകരിക്കുന്നു. സലീം മാലിക്കും സുർജിത്ത് അയ്യപ്പത്തും വിവരങ്ങൾ നൽകും. സുർജിത്ത്, എന്താണ് ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ വിശദീകരണം? വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ രീതിയിൽ തന്നെ നടപടികൾ നിർണയിച്ചത്. അതിൽ സസ്പെൻഷൻ ഉണ്ട്, ഇന്റേൺഷിപ്പ് റദ്ദാക്കലുണ്ട്, സ്കോളർഷിപ്പ് റദ്ദാക്കലുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളാണ് ഇതിനകം സർവകലാശാല സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാഴ്ച മാത്രം സസ്പെൻഡ് ചെയ്യപ്പെട്ട 33 വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയാണ് സർവകലാശാല കഴിഞ്ഞ ദിവസം പിൻവലിച്ചത്. ഇത് നിയമോപദേശം തേടാതെ പിൻവലിച്ചു എന്നുള്ള ആരോപണമാണ് സർവകലാശാലക്കെതിരെ ഉയർന്നത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവും രംഗത്ത് എത്തിയ ഒരു സാഹചര്യമുണ്ട്. സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളുടേതാണെന്നാണ് സർവകലാശാല വിശദീകരിക്കുന്നത്. ഒരാഴ്ചത്തെ സസ്പെൻഷൻ ലഭിച്ച 31 ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഈ നടപടി കാലയളവ് കഴിഞ്ഞതോടെ അപ്പീൽ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 2 സീനിയർ വിദ്യാർത്ഥികൾക്കും ഈ മർദ്ദനത്തിൽ നേരിട്ട് പങ്കില്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ് സർവകലാശാലയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നടപടി പിൻവലിച്ചിരിക്കുന്നത്. പ്രധാന പ്രതികൾ എന്ന് കണ്ടെത്തിയ ആളുകൾക്കെതിരെ നേരത്തെ ആന്റി റാഗിംഗ് സ്ക്വാഡ് വിധിച്ച ശിക്ഷാ നടപടികളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇളവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സർവകലാശാല നൽകുന്ന കൃത്യമായ വിശദീകരണം. സുർജിത്ത്, ഇതിൽ നേരിട്ട് പങ്കെടുക്കാത്ത എന്നാൽ ആ സമയത്ത് ഈ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ സസ്പെൻഷൻ ഉത്തരവ് ഈ നിശ്ചിത കാലയളവ് വെച്ച് ഇറക്കിയ ഉത്തരവായിരുന്നോ? അതാണോ ഇപ്പോൾ സർവകലാശാല പിൻവലിച്ചിരിക്കുന്നത്? പലർക്കും പല രീതിയിലുള്ള നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക്, അതായത് പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും ഇതിൽ 4 പേർക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് വിലക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കിയിട്ടുണ്ട്. പലർക്കും സസ്പെൻഷൻ നടപടി എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് കർശനമായ രീതിയിലുള്ള നടപടി സർവകലാശാല ഇതിനകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ആന്റി റാഗിംഗ് സമിതി നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് ഈ ഇത്തരത്തിലുള്ള നടപടി കൈക്കൊണ്ടത്. ഇവർക്കെതിരെ ആർക്കും ഒരു തരത്തിലുള്ള പിൻവലിക്കലും ഉണ്ടായിട്ടില്ല. അതായത് നേരിട്ട് സിദ്ധാർത്ഥന്റെ ഈ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിലേക്ക്, അക്രമ സംഭവങ്ങളിലേക്ക് എത്തിച്ച ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ഒരു തരത്തിലും പിൻവലിച്ചിട്ടില്ല സർവകലാശാല. പക്ഷേ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ അത് പറയാൻ തയ്യാറായില്ല എന്നുൾപ്പെടെയുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഈ ഒരു രാത്രി മാത്രമാണ് ഈ 1 വർഷത്തെ വിദ്യാർത്ഥികൾ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. അവർ ഉൾപ്പെടെ 1-ാം വർഷ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. അവർ ഉൾപ്പെടെ ഈ നടപടിക്ക് വിധേയരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഗുരുതരമായ തെറ്റുകൾ അവരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഈ ഒരാഴ്ചത്തെ നടപടി എന്നുള്ള രീതിയിലേക്ക്, ഒരാഴ്ച സസ്പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് സർവകലാശാല എത്തിയത്. ആ ഒരാഴ്ച കാലയളവ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ അപ്പീൽ നൽകിയത്. ഇതേ തുടർന്നാണ് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സർവകലാശാല നൽകുന്ന വിശദീകരണം. വിജയകുമാർ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട 33 പേരുടെ നടപടി പിൻവലിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ വിശദീകരണമാണ് സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്തത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ആരെ രക്ഷിക്കാനാണ് സർവകലാശാല ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്?
വിജയകുമാർ, ഈ വിഷയത്തിൽ പൂക്കോട് സർവകലാശാലയിൽ പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥ് മരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തുകയും സർക്കാരിനെതിരായ ആയുധമാക്കി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി പ്രതിപക്ഷം ആരോപണത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സിദ്ധാർത്ഥന്റെ മരണം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷ നേതാവ്. അതിന് കാരണമായിരിക്കുന്നത് ഇപ്പോൾ ഈ കോളേജിൽ നിന്നും സസ്പെൻഷനിലായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ഉന്നതരുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം നടത്തിയത്. അതിനൊരു നിയമോപദേശവും തേടിയിട്ടില്ല. സർക്കാരും സർവകലാശാലയും ചേർന്ന ഈ വിഷയത്തിൽ ഒത്തുകളി നടത്തുകയാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. മാത്രമല്ല CBI എത്തുന്നതിന് മുൻപ് തെളിവുകൾ നശിപ്പിക്കാനാണ് ഇപ്പോഴുള്ള ഈ തിടുക്കപ്പെട്ടുള്ള സസ്പെൻഷൻ റദ്ദാക്കൽ എന്നുകൂടി പറയുന്നു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായിരുന്നു. ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന് പിന്നാലെ സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ജാഗ്രത മൂലമാണ് അത്തരത്തിലൊരു നീക്കത്തിൽ നിന്നും ഈ കോളേജ് അധികൃതർ ഉൾപ്പെടെ പിറകിലേക്ക് പോയത്. അതിന് പിന്നാലെ വീണ്ടും CBI അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ CBI എത്തുന്നതിന് മുൻപ് തന്നെ തെളിവുകൾ പരമാവധി നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ നിലയിൽ ഈ അന്വേഷണം ഈ സസ്പെൻഷൻ പിൻവലിക്കൽ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സമരവുമായി സിദ്ധാർത്ഥന്റെ കുടുംബം വന്നാൽ പൂർണ്ണമായും പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാവും. കുടുംബത്തിനൊപ്പമാണ് പ്രതിപക്ഷം. എല്ലാ സമരങ്ങൾക്കും ഒപ്പം ഉണ്ടാകും എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്യുന്നു. വിജയകുമാർ. യെസ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുകയാണ്. അന്വേഷണം അട്ടിമറിക്കാൻ, പ്രതികളെ രക്ഷിക്കാനൊക്കെയുള്ള നീക്കം നടക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ നടപടി പിൻവലിക്കൽ എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ ചേലക്കരയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മണ്ണാത്തിപ്പാറയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ജനവാസ മേഖലയിൽ നിന്ന് ഈ കാട്ടാനക്കൂട്ടത്തെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള വാർത്ത. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ചേലക്കരയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത്. പിന്നീട് ഈ പ്രദേശത്തുണ്ടായിരുന്ന വാഴകളടക്കം ഈ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. സമീപത്തെ വീടുകൾക്ക് സമീപം ഉണ്ടായിരുന്ന ഈ പ്ലാവിലെ ചക്കയടക്കം കഴിച്ച ശേഷമാണ് ഈ കാട്ടാനകൾ മടങ്ങിയത്. പ്രധാനമായും ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് വീടുകൾക്കരികിലേക്കാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരത്തെയും ഒരു തവണ ഈ മേഖലയിലേക്ക് കാട്ടാന എത്തിയ സമയത്ത് തന്നെ വനംവകുപ്പിന് വിവരം അറിയിച്ച് പരാതി ഉൾപ്പെടെ നൽകി ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ട നിരീക്ഷണം നൽകാമെന്ന് അടക്കം ഉറപ്പ് നൽകിയതാണ്. പക്ഷെ ഇതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്താതെ പോയതാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങാൻ ഇടയാക്കിയതെന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടുകൂടി വലിയൊരു ഭീതിജനകമായ സാഹചര്യമാണ് മേഖലയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരീക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. വിജയകുമാർ. യെസ്, ഈ ദൃശ്യങ്ങൾ തൃശ്ശൂർ ചേലക്കരയിലെ ജനവാസ മേഖലയിൽ നിന്നാണ്. മണ്ണാത്തിപ്പാറയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ ഇപ്പോൾ കാട് കയറ്റിയിട്ടുണ്ട്. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യൻ മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം തീരദേശ മേഖലകളിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടെന്ന് സൂചന. സമൂഹ മാധ്യമങ്ങൾ വഴി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടന്നത്. യുവാക്കളെ തിരിച്ചെത്തിക്കാൻ ഇന്റർപോളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇതിൽ നമ്മൾ കരുതിയതിലധികം ആളുകൾ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്നാണോ? അങ്ങനെയാണോ നമ്മൾ കരുതേണ്ടത് ഇപ്പോൾ? തീർച്ചയായും വിജയകുമാർ. കാരണം നിലവിൽ കേന്ദ്ര ഏജൻസിയായ CBI ആണ് ഈ മനുഷ്യക്കടത്ത് അന്വേഷിക്കുന്നത്. നേരത്തെ CBI പ്രാഥമിക പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ നിന്ന് നിരവധി യുവാക്കൾ നിലവിൽ റഷ്യയിൽ എത്തിയെന്നതാണ് CBIയുടെ തന്നെ പ്രാഥമിക കണ്ടെത്തൽ. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് മുതൽ പൂവാർ മേഖല വരെ 20ഓളം യുവാക്കൾ റഷ്യയിൽ എത്തിയെന്ന് CBI പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലാകെ 35ലധികം യുവാക്കൾ കേരളത്തിൽ നിന്ന് മാത്രം റഷ്യയിൽ എത്തിയെന്നതാണ് പ്രാഥമിക നിഗമനം. പ്രധാനമായും സാമൂഹിക മാധ്യമങ്ങൾ വഴി ഈ പരസ്യം നൽകിയും ഏജന്റ് മുഖേനയുമാണ് ഈ യുവാക്കളെ റഷ്യയിൽ എത്തിച്ചത്. ആകർഷകമായ ശമ്പളം വാഗ്ദാനം ചെയ്തതോടെയാണ് പല യുവാക്കളും ഇതിൽ അകപ്പെട്ടത്. തുടർന്ന് റഷ്യയിൽ എത്തിയ ശേഷമാണ് ആയുധ പരിശീലനം നൽകി ഇവരെ യുദ്ധഭൂമിയിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരുടെ വിസയും പാസ്പോർട്ടും അടക്കം ഇവർ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നിലവിൽ അഞ്ചുതെങ്ങ് സ്വദേശികളായ 3 തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുന്നു. അതെങ്ങനെ പുരോഗമിക്കുന്നു? ഒരു ശുഭ വാർത്ത പ്രതീക്ഷിക്കാമോ അടുത്ത ദിവസങ്ങളിൽ?
വിജയകുമാർ, വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടങ്ങിയെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എത്രയും വേഗം ഇവരുടെ മോചനം ഉറപ്പ് നൽകിയിരുന്നു. മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കത്തും നൽകിയിട്ടുണ്ട്. ഇവരെ പരമാവധി വേഗം നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യുദ്ധമേഖലയിലാണ് യുവാക്കളുള്ളത്. ആരൊക്കെ എവിടെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു സ്ഥിരീകരണം ഇല്ല. നിലവിൽ അവിടെ അകപ്പെട്ട യുവാക്കളുടെ വിവരങ്ങളടക്കം CBI തേടിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇന്റർപോളിന് കൈമാറി യുവാക്കളെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാർ. ശരി പ്രതീഷ്, എന്തായാലും കൂടുതൽ യുവാക്കൾ ഈ തട്ടിപ്പ് സംഘത്തിന് ഇരയായിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. അവരെ തിരികെ എത്തിക്കാൻ ഇന്റർപോളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ ചില നടപടികൾ തുടങ്ങി. വൈകാതെ അത് ഫലം കാണും എന്ന പ്രതീക്ഷയുണ്ട്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.